ഉണ്ടായിരുന്നു. നമ്മൾ ചിമ്മിനി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്കാട്ടോ പോകണം. അതിനകത്ത് തന്നെ ചിമ്മിനി ഡാമുണ്ട്. അതിൻ്റെ കാഴ്ചകളെ കാണാനായിട്ട് നമ്മളിന്ന് പോകുന്നത്. പിന്നെ നമുക്ക് ലെക്ക് ഉണ്ടെങ്കിൽ വൈൽഡ് ആനിമൽസിനെ കാണാൻ സാധ്യതയുണ്ട് കേട്ടോ. അതൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. എന്തായാലും നമുക്ക് അവിടെ പോകാം. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം നിങ്ങൾ വീഡിയോ കണ്ടു തുടങ്ങാനായിട്ട്. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറക്കാതെ തന്നെ ചെയ്യണം. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ താഴെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. എന്നാലാണ് നമുക്ക് വീഡിയോ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കത്തുള്ളൂ. പിന്നെ ബാക്കി ഡാമിൻ്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് എങ്ങനെയൊക്കെ വരാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഒരിക്കൽ കൂടി ട്രാവൽ ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാലോ. ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞോളാം, നമ്മളിന്ന് പോകുന്നത് ചിമ്മിനി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്ക് കേട്ടോ. അതിൻ്റെ അകത്ത് തന്നെയായിട്ട് അതിനോട് ചേർന്ന് തന്നെയുള്ളത് ചിമ്മിനി ഡാമുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് കുറേ ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു 2 സൈഡ് റബ്ബർ എസ്റ്റേറ്റുകളാണ്. അപ്പോൾ ഈ ഏരിയയിലൊക്കെ ആന കാണാനൊക്കെ സാധ്യതയുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ 1-2 വീഡിയോസൊക്കെ റെഫറൻസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പോകുന്ന വഴിക്ക് ആനയെ ഇതിൻ്റെ സൈഡിലും ഒക്കെ കാണാൻ സാധിച്ചു. അതുപോലെ ഇതിൽ ആനത്താരിയാണെന്നാണ് പറഞ്ഞത്. ആന അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നൊരു വഴി. പക്ഷെ ഇപ്പം നല്ല റബ്ബറൊക്കെ ഇല ഒഴിച്ചിട്ട് നല്ല പച്ച കളറിൽ നിൽക്കുക കണ്ടോ. നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട് കണ്ടോ. ഇതേപോലെ എലിഫൻറ്റ് ക്രോസിങ്ങിൻ്റെ അല്ല ആനിമൽ ക്രോസിങ് സോൺ എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ബോർഡുകൾ ഇങ്ങനെ കണ്ടായിരുന്നേ. അപ്പം നിർത്തിയിട്ട് ഇങ്ങനെ നോക്കി എന്തെങ്കിലും അതിനകത്ത് നിൽപ്പുണ്ടോ. പക്ഷെ ഒന്നും കാണാൻ സാധ്യതയില്ല. മൊത്തം അതുപോലെ ഫെൻസിങ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ തെളിഞ്ഞ ഏരിയയില്ലേ, ഈ ഏരിയയിലൊക്കെ കൂടുതൽ ഫെൻസിങ് ആണ് മൊത്തത്തിൽ. അപ്പോൾ പിന്നെ ആന ഉണ്ടെങ്കിലും വരാൻ സാധ്യതയില്ല. അതുപോലെ ഒരു സൈഡ് കണ്ടോ, മൊത്തം നല്ല തിക്ക് ഫോറസ്റ്റാണ് അത് കാണുന്നത്. അതുപോലെ റോഡൊക്കെ നീറ്റായിട്ട് ഇതേപോലെ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് സൈഡ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഈ ഏരിയ ഒക്കെ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ആനയാണെന്നല്ലേ തോന്നുന്നത്. അതൊക്കെ പാറക്കൂട്ടങ്ങളാണ്. അപ്പോൾ ഇതേപോലെ ഈ ഏരിയയിലൊക്കെ ആണ് പറഞ്ഞില്ല റെഫറൻസ് വീഡിയോസ് നോക്കിയപ്പോൾ കണ്ടെന്ന് പറഞ്ഞു. ആ ഏരിയയിലൊക്കെ ഇതുകൊണ്ട് ആനകളെയൊക്കെ ഞാൻ കണ്ടായിരുന്നു. ബട്ട് ഇന്ന് നമുക്ക് യോഗയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ജംഗ്ഷനിൽ ഇത് എച്ചിപ്പാറ എന്നാണ് ജംഗ്ഷൻ്റെ. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിമ്മിനി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ അവിടെ എത്തും കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ. തൃശ്ശൂരിൽ നിന്ന് വരുവാണെങ്കിലും ആമ്പല്ലൂർ ഉണ്ട്, അവിടെ നിന്ന് തിരിഞ്ഞ് പോകാൻ. അപ്പോൾ ആമ്പല്ലൂരിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ. അത് പാലപ്പള്ളി റൂട്ടിലേക്ക് പോന്നാൽ മതി. ഇതേപോലെ ഒരു ആർച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതി കൊടുക്കണം. ഇവിടെ തന്നെയാണ് ഫോറസ്റ്റ് ഓഫീസൊക്കെ ചിമ്മിനി വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ കണ്ടോ. ഇവിടെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്തിട്ട് നമ്മുടെ എൻട്രി പാസ് ഉണ്ട്, അതും എടുത്തിട്ടാണ് നമ്മൾ അകത്തേക്ക് അവർ കയറ്റി വിടത്തുള്ളൂ. പിന്നെ അല്ലാതെ ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന വണ്ടിയൊക്കെ ആയിട്ട് കാണുന്നത്. ഇതാട്ടെ ഇവിടുത്തെ ഫീയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനും ടിക്കറ്റൊക്കെ എടുത്ത് യാത്ര തുടരുവാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ അവർ ഗേറ്റ് ഓപ്പൺ ചെയ്ത് തന്ന് ഇനി നമുക്ക് നേരെ പോവാം. അതൊന്നും വേനൽക്കാലം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എന്നാണ് ഡ്രൈ ആയിട്ട് അവിടെ കിടക്കണം. അതുകൊണ്ട് നമ്മൾ മഴക്കാലത്ത് കാണുന്നൊരു അതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്കിപ്പോൾ കിട്ടത്തില്ല. പക്ഷെ എന്നാലും വനമായതുകൊണ്ട് നമുക്കൊരു പ്രത്യേക ഫീലാണ്. നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും വൈൽഡ് ആനിമൽസിനെ കാണുമെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി പോകുന്നതുകൊണ്ട് അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. നമ്മൾ ഏകദേശം ഇവിടെ നിർത്തിയിട്ട് ഇനിയിപ്പോൾ ഈ കാണുന്ന താഴത്തെ വഴി നമുക്ക് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഇവിടെ കാണുന്ന നേരെ ഫ്രണ്ടിലേക്ക് കാണുന്നില്ലേ, ഇതുണ്ട്. ഇതേപോലെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വഴി നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഡാമിൻ്റെ ഏരിയയിലേക്ക് എല്ലാം പറ്റും. അവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയിലായിട്ട്. അതുകൊണ്ട് ഈ കാണുന്നതൊക്കെ ഇവിടെ ഉള്ളതാണ്. അതിലിവിടെ ഒരുപാട് ടൂർ പാക്കേജുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞ് തിരക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടോട്ട് തന്നെ പോയിട്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ അവിടെ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് എനിക്ക് വലിയ ധാരണയില്ല എങ്ങനെയൊക്കെ പോകണമെന്നൊക്കെ. അതുപോലെ ഭയങ്കര തിരക്കൊന്നുമില്ല. അതുകൊണ്ട് ഒരു തപ്പലൊക്കെ ഉണ്ട് കേട്ടോ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. എന്തായാലും ഈ വഴിക്ക് തന്നെ നമുക്ക് പോയി നോക്കാം. മറ്റേ താഴത്തേക്ക് റെസ്ട്രിക്റ്റഡ് ഏരിയ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവസാനം നമ്മൾ എത്തി കേട്ടോ. ഈ സൈഡിൽ ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഉണ്ടെന്ന് ഞാനിങ്ങനെ പോകാൻ വേണ്ടി സെർച്ച് നോക്കിയപ്പോഴാണ്. തൃശ്ശൂർ വന്ന സ്ഥിതിക്ക് ഇവിടെ അടുത്ത് ഏതാ കാണാനുള്ളത് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ചിമ്മിനി വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡാം ഉണ്ടെന്ന് അറിയാമെന്ന്, പക്ഷേ അതൊരു വൈൽഡ് ലൈഫ് സാഞ്ചുറിയും കൂടി കൂടിയിട്ടാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയിലപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് വഴികളൊക്കെ തിരിഞ്ഞു പോകുന്നുണ്ട്. ക്വാർട്ടേഴ്സ് അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഈ കാണുന്ന പാർക്കിംഗ് ഏരിയയിലാട്ടോ വണ്ടി പാർക്ക് ചെയ്യണേ. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട്. എത്ര വണ്ടി വന്നാലും അതിന് പാർക്കിംഗ് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ ഇവിടെ ഉള്ളത്. മീൻസ് അതിന് മാത്രമുള്ള സ്ഥലം ഇവിടെ ഉണ്ട്, കാണുന്നുണ്ട് കണ്ടോ. ഇതിൻ്റെ പുറത്തൊക്കെ ആയാലും വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ ഏകദേശം ഒരു 10-11 മണി ആയിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ബാക്കി സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ടോ പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ കണ്ടോ. അത് മറ്റേ ഫോറസ്റ്റിൻ്റെ ഒരു കളർ ടോണിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്നാ പറഞ്ഞാൽ ഡയറക്ഷനൊക്കെ കാണിച്ചുകൊണ്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ക്യാമ്പ് ഓഫീസ്, അതേപോലെ എർത്ത് ഡാം, പിന്നെ ക്വാർട്ടേഴ്സുകൾ എന്നൊക്കെ പോയി നമുക്ക് ആ വഴിയൊക്കെ പോയി എല്ലായിടത്തും ഒരു വലിയ ടയർ ഇരിക്കുന്നുണ്ടോ. ഏതൊരു വലിയ വണ്ടിയുടെ കേട്ടോ. ഈ കാണുന്ന ഗേറ്റില്ല, അതിലെ ഉള്ളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എർത്ത് ഡാമിൻ്റെ അതിലെ കൂടെ കയറി നടക്കാൻ പറ്റും. ഡാമിൻ്റെ മുകളിൽ കൂടെ നമുക്ക് തൽക്കാലം എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം. അപ്പോൾ നമുക്ക് വാഷ്റൂമിൽ പോയിട്ട് വരാം. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ.
അപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എക്കോ ഷോപ്പും അതുമായിട്ട് അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ആട്ടോ അത്. നമുക്ക് ഇവിടെ വന്ന് നോക്കിയിട്ട് പോകാം. നമുക്ക് തൽക്കാലം ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ ഇറങ്ങണ്ട. നമുക്ക് മറ്റേ ബാക്കി ഭാഗത്തൂടെയൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചയിലൊക്കെ കണ്ടിട്ട് ലാസ്റ്റ് ഇവിടെ വന്ന് ഇറങ്ങാം. രാവിലെ വന്നുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങണമായിരിക്കും. എന്തായാലും നമുക്കും അതാ നല്ലത്, വലിയ തിരക്കില്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഡാമിൻ്റെ മുകളിലേക്ക് കയറാം. അതുകൊണ്ട് ഇത്ര നല്ല ഇതൊരു എർത്ത് ഡാം കേട്ടോ. എർത്ത് ഡാമും പ്ലസ് കോൺക്രീറ്റ് കൂടി ഡാമും. അതിനകത്ത് ആദ്യമത്തെ നമ്മളിപ്പോൾ പോകുന്നില്ല, ആ ഭാഗം 686 മീറ്റർ സാധാരണ എർത്ത് ഡാം എന്ന് പറയുന്ന ഡാമും പിന്നെ അതിൻ്റെ ബാക്കി വരുന്ന 495 മീറ്റർ ഉണ്ട്, അത് കോൺക്രീറ്റ് ഡാമും കൂടെ കൂടിയിട്ടുള്ളൊരു ഡാമാണ് അത്. അതേപോലെ കുരുവന്നൂർ പുഴയുണ്ട്, അതിൻ്റെ പോഷക നദിയായ ചിമ്മിനിപ്പുഴയുടെ കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഡാം നിർമ്മിക്കുന്ന സമയത്ത് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് 75 മീറ്റർ ആട്ടോ മാക്സിമം വരുന്നത്, ഏറ്റവും ഹൈറ്റ് വരുന്ന ഭാഗത്തിൻ്റെ. അപ്പോൾ ആ ഡാം നിർമ്മിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരുപാട് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കേണ്ടി വന്നു. കണ്ടോ ഈ കാണുന്ന ഭാഗമില്ല, അതാണ് ഡാമിൻ്റെ റിസർവോയർ. അതുപോലെ നമുക്ക് ഇവിടം വരെ കേട്ടോ ഒരാൾ. ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഭാഗം ഞാൻ പറഞ്ഞില്ല കോൺക്രീറ്റ് ഡാമാന്ന് പറഞ്ഞ്, ആ ഭാഗത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. അവിടെ നമുക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ചെയ്തിരിക്കുകയാണ്, ഇതുപോലെ ഗേറ്റ് അടച്ചിട്ട് നമുക്ക് ഈ മാക്സിമം ഇവിടം വരെ വരാം. എന്നിട്ട് ഇതിൽ താഴത്തൂടെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, ആ വഴി കൂടെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നേരെ ഡാമിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ റിസർവോയറിൽ നിന്ന് വെള്ളം വരുന്ന ഒരു വ്യൂ ഇല്ലേ, അത് നമുക്ക് കാണാനൊക്കെ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയായിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു വലിയ തിരക്കും ഇല്ലാത്ത, അതുപോലെ ആളും ബഹളമൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിടന്നെല്ലാം കാണാനും എന്താണ് നമുക്ക് ഇഷ്ടം പോലെ സമയം എടുക്കാം. നമുക്ക് വേറെ എന്താ പറയുക, നമ്മൾ നിയന്ത്രിക്കാനൊന്നും ഇവിടെ ആരെയും കണ്ടില്ല, എല്ലായിടത്തും ഇങ്ങനെ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡാമിൻ്റെ സൈലൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പിടിക്കുക, നിങ്ങൾ പൗസ് ചെയ്ത് വായിച്ചു ഉണ്ടോ. ഇതൊക്കെയാട്ടെ ഡാമിൻ്റെ ഫീച്ചേഴ്സ്. എന്തായാലും ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് 2 വഴി കാണുന്നുണ്ട്. നമുക്ക് ആ വനം പോലെ കാണുന്ന ഭാഗത്തേക്ക് പോകാം. നമുക്ക് അവിടെ പോയി എന്തെങ്കിലും വൈൽഡ് ആനിമൽസിനെ കാണാൻ പറ്റിയാലോ. വലുതിനെന്തും എന്തെങ്കിലും നോക്കാം, നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു കുരങ്ങനെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ നല്ല രസമാട്ടോ ഇതിൽ നടക്കാനായിട്ട്. ഇങ്ങനെ ഈ കിളികളുടെ ഒരു സൗണ്ടും വേറെ വണ്ടികളുടെ ഒച്ചയും ബഹളവും ഒന്നുമില്ല, അത് തന്നെ ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. ഒരൈഡിയയും കിട്ടുന്നില്ല മൊത്തത്തിൽ. ഇങ്ങനെ കുറേ വഴികൾ എങ്ങോട്ട് പോകണം എങ്ങനെ പോകണമെന്നൊന്നും ആരും പറഞ്ഞു തരാനൊന്നുമില്ല. പിന്നെ പൊതുവെ ആൾ കുറവാട്ടോ, എന്താ കഥയെന്നറിയില്ല, നമുക്ക് നോക്കാം. ഞാനാണിപ്പോൾ ഒരു വിജനമായൊരു വഴി കൂടെ നടന്നത്, വേറെ ആരെയും കാണാനൊന്നുമില്ല. പക്ഷെ വഴിച്ചാലുണ്ട്, അതുകൊണ്ട് അത് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു കുരങ്ങൻ്റെ ഫാമിലിയെ കാണാൻ പറ്റും. ഞാൻ മുന്നേ പറഞ്ഞു നമുക്കൊരു കുരങ്ങനെങ്കിലും കാണാൻ പറ്റും. അവരുടെ കൂട്ടത്തൊരു കുഞ്ഞു കുരങ്ങനുണ്ട് കണ്ടോ. അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി. തീരെ വലിയ പ്രായമില്ലെന്ന് തോന്നുന്നു കേട്ടോ കുരങ്ങിന്. അവരെന്തൊക്കെയോ പരിപാടിയാണ്, അവർ അപ്പനും അമ്മേനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പനും അമ്മയെന്ന് തോന്നണം. എന്തായാലും നമുക്ക് വൈൽഡ് ലൈഫ് സാഞ്ചുറി വന്നിട്ട് കുരങ്ങനെ കാണാതെ പോയ മിസ്സല്ലേ. എന്തായാലും നമ്മളൊരു സാഞ്ചുറി വന്നു കഴിഞ്ഞാൽ മാനിനെയും കാണാൻ പറ്റും, കുരങ്ങനെയും കാണാൻ പറ്റും. എനിക്ക് മാനെ കാണാൻ പറ്റി, പക്ഷെ നമ്മൾ ക്യാമറ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും പുള്ളി ഓടി രക്ഷപ്പെട്ട്. അത്ര സമയം നമുക്ക് കിട്ടിയോളൂ, ഒരെണ്ണത്തിനെ കണ്ടോളൂ. പിന്നെ ഇതിന് വനോ അതിനോട് ചേർന്ന് കിടക്കുന്ന റബ്ബർ തോട്ടം കൂടെ, വലിയ റബ്ബർ എസ്റ്റേറ്റുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതൽ എനിക്ക് വരുന്ന വഴിക്കൊക്കെ കാണാൻ സാധിച്ചത്. പിന്നെ നമുക്ക് വന്നപ്പോഴത്തേക്കും ഇത് കണ്ടു മലയണ്ണൻ, ഒരു വലിയൊരു മരത്തിൻ്റെ മുകളിലായിരിക്കും, ഒരു വഴക്കുണ്ടാക്കും എന്തോ പരിപാടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി വന്ന് ഭയങ്കര ബഹളം കേട്ട് നോക്കിയപ്പോഴാണ് ഇവർ രണ്ടുപേരും എനിക്ക് കാണാൻ പറ്റിയത്. കണ്ടോ, ഇതിൻ്റെ ഫോട്ടോസാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ട്രാവൽ ടൈം ബൈ ഷിബിൻ സൺഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേജ് നിങ്ങൾ കയറി നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. പുള്ളി വഴക്കുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പമ്മി കിടക്കുക, നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയല്ലേ. നമുക്ക് ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് വന്ന ട്രെക്കിംഗ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അവരോട് സൈക്കിൾ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ സൈക്കിൾ ചവിട്ടി നമുക്ക് ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗൈഡൊക്കെ വരും. അതൊക്കെ പക്ഷേ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ മേലാതെ വന്നുകൊണ്ട് നമുക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയുക വന്യമൃഗങ്ങളെ കാണാനൊരു ചാൻസ് കിട്ടിയാനെ. ഇതിൻ്റെ മുകളിൽ തന്നെ കേട്ടോ ഇവരുടെ കൂട്. അപ്പോൾ ഇവർ ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കണതാണ്. നമ്മളെന്തായാലും അത് കഴിഞ്ഞ് നേരെ ഫ്രണ്ടിലേക്ക് വന്ന് നമുക്ക് ഡാമിൻ്റെ ഇതുവരെ ഒരു കറക്റ്റ് വ്യൂ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ട് വന്നു ഇവിടം വരെ വന്നു കഴിഞ്ഞാലും ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ഡാമിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഉണ്ടോ, അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തൊരു സ്റ്റെപ്പ് കാണുന്നുണ്ട്. ഇതിൽ നടന്നിറങ്ങി താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ താഴെ കണ്ട വെള്ള കളർ നിങ്ങൾ കാണുന്നില്ലേ, ആ ഡാമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുന്നതാണ്. താഴെ കൂടെ റോഡ് കാണുന്നുണ്ട്, എനിക്കാണ് അതിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാമെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ വന്ന് എനിക്കൊരു നഷ്ടമായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഞാൻ ആദ്യമേ വിചാരിച്ച ആതിരപ്പള്ളിക്ക് പോലെ, നമ്മളവിടെ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അതുപോലെ ഒരു പ്രാവശ്യം നമ്മൾ പോയി വീഡിയോ ഒക്കെ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇനി അവിടെ നിന്ന് കാണാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചാണ് ഞാൻ നേരെ ചിമ്മിനി ഡാമിൻ്റെ ഭാഗത്തേക്ക് വന്നത്.
അത്യാവശ്യം നടക്കാൻ നല്ല ഏരിയ ഉണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തില്ല, അവിടെ പാർക്ക് ചെയ്തിട്ടൊക്കെ പോരുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നടന്ന് തന്നെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ റോഡുകളുണ്ട്, അതിലെ കൂടെ ഓരോ സ്പോട്ടിൽ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് വന്ന് അങ്ങനെയും കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണം നടന്ന് തന്നെ കാണുന്നത്. അതായത് ആ പ്രകൃതിയിൽ നമ്മൾ ഇണങ്ങി ആ കിളികളുടെ ശബ്ദവും അതേപോലെ ആ ഒരു കാറ്റൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ നടക്കുവാണെങ്കിൽ അതൊരു പ്രത്യേക ഫീൽ തന്നെ. നമുക്ക് കുറേ നേരം നല്ല ശുദ്ധവായു ശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ മാക്സിമം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ നടന്നാൽ ഇഷ്ടം പോലെ സമയം എടുത്താൽ മതി. നമുക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ എന്നാണ് വൈകുന്നേരം 5 മണി വരെ നമുക്ക് സമയമുണ്ട്. അതിനുള്ളിൽ നിങ്ങൾ ഇറങ്ങിപ്പോയാൽ മതി. ഡാമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്. ഡാം ഇപ്പോൾ നിറഞ്ഞിട്ടില്ല, അല്ലാതെ ഷട്ടറിൽ കൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്, അല്ലാതെ വെള്ളം തുറന്നിങ്ങനെ കൊടുത്തേക്കണം. ഈ മെയിനായിട്ട് ഈ ഡാം ജലസേചന പദ്ധതിക്ക് വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയല്ലേ നോക്കി. ഞാനത് കഴിഞ്ഞ് സൈഡിലേക്ക് നോക്കിയപ്പോട്ടെ ഇങ്ങനൊരു കാഴ്ച എനിക്ക് കാണാൻ പറ്റിയത് കണ്ടോ. പഴയൊരു അമ്മാവൻ വണ്ടി, അല്ല റോഡ് റോളർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതേപോലെ ഒരു ബുൾഡോസർ കിടക്കുന്നുണ്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഡാമിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി കൊണ്ടുപോകുന്നതായിരിക്കാം. ഇതിപ്പോൾ എല്ലാം തുരുമ്പിച്ച് നാശമായിട്ട് കിടക്കുന്നുണ്ടോ. ഇതൊക്കെ ഹെവി വണ്ടികളൊക്കെ കേട്ടോ. അതേപോലെ ഒരു ലോറി നിങ്ങൾ കണ്ടോ, ഇതെല്ലാം കട്ടപ്പുറത്തിരിക്കുക. കുറേ നാളുടെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പോലും പറ്റും, തുരുമ്പായിരിക്കും. ഇത് കണ്ടോ, നമ്മൾ പാത്രത്തിലൊക്കെ ചെടി വെക്കണല്ലോ, എഞ്ചിൻ്റെ അകത്ത് ചെടി നിൽക്കണുണ്ടോ. ഇങ്ങനൊരു കാഴ്ചയും കൂടെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങോട്ട് വന്ന കാരണം. ഇതൊക്കെ എന്ത് ഹെവി വണ്ടികളാണ് നിങ്ങൾ നോക്കിക്കണ്ടോ. എന്തായാലും നമുക്ക് ബാക്കി അപ്പുറത്തേക്ക് പോയിട്ട് ഡാമിൻ്റെ കാഴ്ച കാണാൻ പോകാം. ഇവിടെ വന്നപ്പോഴത്തേക്കും വീണ്ടും നമുക്കിങ്ങനെ ഡയറക്ഷൻ കാണിച്ചുകൊണ്ടൊരു ബോർഡുണ്ട് കണ്ടോ. നമുക്കെന്തായാലും ഡാമിൻ്റെ അടുത്തേക്ക് തന്നെ പോകാം. നമുക്കിപ്പോൾ കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റും ആ വെള്ളം എന്തുമാത്രം പ്രഷറിലാണ് പുറത്തേക്ക് വരുന്നത് നിങ്ങൾ നോക്കി. ഇപ്പോൾ ഡാമിൽ വെള്ളം കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതിലെ കൂടെ വെള്ളം പുറത്തേക്ക് കാണുന്നത്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞില്ല, ജലസേചന പദ്ധതിയാണ് ഈ ഡാമിൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ അല്ലെങ്കിൽ ഡാം നിറഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ ഷട്ടറിൽ കൂടെ ഇങ്ങനെ വെള്ളം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞില്ല, കോൺക്രീറ്റ് ഏരിയ ഉണ്ട്. നമുക്ക് ആ ഏരിയ റെസ്ട്രിക്റ്റഡ് ആണ്. അവിടുത്തെ മുന്നേ നമ്മൾ കണ്ടില്ല, അവിടുത്തെ ഗേറ്റ് അടച്ചിട്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് അതിലെ കൂടെ കയറി നടക്കാൻ പറ്റുമെന്ന് എന്തോ അവിടെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അതായത് 495 മീറ്ററാണ് കോൺക്രീറ്റ് ഡാമിൻ്റെ ലെങ്ത് വരുന്നത്. പക്ഷെ നല്ലൊരു എന്നാ പറയുക കിടക്കാച്ചൊരു വ്യൂ അല്ലേ നോക്കി. ആ ഡാമിൽ കൂടെ വെള്ളം കൂടെ ഒരു പറഞ്ഞുള്ള അതിൻ്റെ ഒരു എന്നാ പറയുക ഭംഗി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും നമുക്ക് നേരെ അവിടെ റോഡ് കാണുന്നുണ്ട്, അവിടെ പോയിട്ടുള്ളൊരു വ്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഡാമിൻ്റെ പണി 1975 ആരംഭിച്ച കേട്ടോ. എന്നിട്ട് 1996 അതിൻ്റെ പണി പൂർത്തിയായത്. ഈ ഡാം ഉണ്ടാക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ മുന്നേ നിങ്ങൾ പറഞ്ഞില്ല 75 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. അപ്പോൾ ആ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഒരുപാട് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കേണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പെരിയാറ് പോയില്ലെന്നോ, ബോട്ടിങ്ങിന് പോയില്ല, അപ്പോൾ അവിടെയും കണ്ടില്ല കുറേ മരക്കുറ്റികളൊക്കെ. അത് ഇതേപോലെ തന്നെ ഡാം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക്, അതായത് മുല്ലപ്പെരിയാർ ഡാമില്ല, അത് ഉണ്ടായി കഴിയുമ്പോൾ വെള്ളം നിറച്ച സമയത്ത് അവിടെ മരങ്ങളൊന്നും വെട്ടിക്കളഞ്ഞില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളം കയറ്റിയാണ്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടമായിട്ട് നിൽക്കുന്ന മരങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർക്കാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അതിൽ ഐ ബട്ടണിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം തെറിച്ച് വീഴുന്നുണ്ട്. എന്തുമാത്രം ക്വാണ്ടിറ്റി വെള്ളമല്ല വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കി ഒരു മിനിറ്റിൽ. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു എന്താ പറഞ്ഞത് ജലവൈദ്യുത പദ്ധതിയുണ്ട്, 2.5 മെഗാവാട്ടിൻ്റെ കേട്ടോ. അതിൻ്റെ ഈ കാണുന്ന ജലവൈദ്യുത പദ്ധതി 2015 മുതലാട്ടോ അവിടെ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ചിമ്മിനി ജലവൈദ്യുത പദ്ധതി എന്നും പറഞ്ഞാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ചിമ്മിനി ഡാമിൻ്റെ ഒരു ബോർഡൊക്കെ നിങ്ങൾ കണ്ടു, ആ ഡാമിൻ്റെ ഏറ്റവും മുകളിലാണ് കേട്ടോ. അപ്പോൾ അതൊരു ചെറിയ തന്നെ പറഞ്ഞു, വർഷത്തിൽ 6.7 MU ആണ് അവിടെ മാക്സിമം ഉണ്ടാക്കുന്ന വൈദ്യുതിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ അളവ്. അപ്പോൾ ഇപ്പോഴും അവിടെ വർക്കിംഗ് ആണെന്നാണ്. അവിടെ നിന്ന് വെള്ളം പുറത്തേക്ക് ചെറിയ തോതിൽ വരുന്നുണ്ട് കണ്ടോ. അതുപോലെ അതിനോട് ചേർന്ന് ഒരു ചെറിയ പാർക്ക് പോലെയൊക്കെ ഉണ്ട് അവിടെ ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ വേറെ വഴി നടന്നു വന്നപ്പോഴുണ്ട് ഒരു പോസ്റ്റ് ഓഫീസ് എനിക്ക് കാണാൻ സാധിച്ചു. പോസ്റ്റ് ഓഫീസ് അതിനോട് ചേർന്ന് തന്നെ ഒരു ഡിസ്പെൻസറി ഉണ്ടായിരുന്നു. വീണ്ടും നമുക്കൊരു മലയണ്ണാനെ കാണാൻ സാധിച്ചു കേട്ടോ. പുള്ളി ഇങ്ങനെ നമുക്ക് വേണ്ടി ഇങ്ങനെ പോസ് ചെയ്ത് തരും കണ്ടോ. അപ്പം ഞാൻ നേരെ റിസർവറിൻ്റെ അവിടെ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ നടന്നായിരുന്നു. നിങ്ങൾ കണ്ടില്ല ആ വഴിയൊക്കെ കുറേയൊക്കെ വീഡിയോയിൽ കാണിക്കാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കാണിച്ചാലും നിങ്ങൾക്ക് കണ്ടു മടുപ്പ് തോന്നില്ല, അതുകൊണ്ടാണ് അതൊക്കെ കാണിക്കാതിരുന്നത്. എന്നാലും നല്ല രീതിയിൽ നടക്കാനൊക്കെ ഉണ്ട്, എന്നാലും മടുപ്പൊന്നുമില്ല കേട്ടോ. നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ ഇവിടെ വന്ന സമയത്ത് ഒരുപാട് സഞ്ചാരികളിവിടെ വന്നിട്ടുണ്ട് കണ്ടോ. റിസർവറിലും കൂടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിങ്ങിന് അവർ ഈടാക്കുന്ന ചാർജ് 400 രൂപ കേട്ടോ. അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോൾ ഡാമിൽ പൊതുവേ വെള്ളം കുറവാണ് കണ്ടോ. അങ്ങ് താഴെ വരെയൊക്കെ നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്തൊക്കെ ആയിട്ട് വരെ വെള്ളം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണം, നിറഞ്ഞിടക്കുന്ന സാഹചര്യമൊക്കെ ആണെങ്കിൽ. അതേപോലെ 1984 ഇതൊരു വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത്. അതായത് ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട്. അതായത് 100 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അതിൽ മറ്റൊരു പ്രത്യേകത ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് ഇവിടെ. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ ഒരു എന്താ പറഞ്ഞാൽ ഒന്നുകൂടെ അടുത്ത് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് നോക്കാം.
ഇപ്പോൾ ഇവർ നമ്മുടെ താഴെ കുറേ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ബോട്ടിങ്ങിന് വേണ്ടി നിൽക്കുന്നവരാട്ടോ. ഇപ്പോൾ വെള്ളം കുറവുള്ളപ്പോഴാണ് ബോട്ടിങ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു, അതോ എപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ കറക്റ്റ് കാര്യം അറിയാവുന്ന ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ബോട്ടിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഫുൾ സേഫ്റ്റിയോട് കൂടി തന്നെ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ അവർ തന്ന് അതൊക്കെ ഇട്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു ബോട്ടിങ്ങിന് കൊണ്ടുപോകുന്നത്. അതിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിവിധ ഇനങ്ങളിലുള്ള കുരങ്ങൾ, അതിൽ പുലി, കടുവ എന്നിവനെയൊക്കെ എന്നോട് സംരക്ഷിക്കണമെന്നാണ് എന്നോട് ഗൂഗിള് പറഞ്ഞത് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച. ഇവിടെ തന്നെ ഇരുന്നാൽ തന്നെ നമുക്കൊരു എന്നാ പറഞ്ഞൊരു കിടുക്കം വ്യൂ തന്നെയാണ് ഡാമിൻ്റെ ഇവിടെ റിസർവറിൻ്റെ ഒരു ഭാഗത്ത് കാണുന്നതായിട്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ആദ്യമേ വന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഒരു മനുഷ്യനില്ലായിരുന്നു ഇവിടെ. ഇപ്പം ഇഷ്ടം പോലെ ആൾക്കാർ വന്നു. നമ്മളിവിടെ വരുവാണെങ്കിൽ ഒരു 10-11 മണിക്ക് ശേഷമൊക്കെ വരുവാണെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. കണ്ടോ കുറേ ആൾക്കാർ ബോട്ടിങ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ. ബോട്ടിങ്ങിൽ ഇവർ കൊണ്ട് കറക്കും കേട്ടോ. നിങ്ങളപ്പോൾ അതിൻ്റെ ഒരു അവർ കൊണ്ട് കറക്കുന്നൊരു വ്യൂ നിങ്ങൾ കാണിക്കുക കണ്ടോ. ശരിക്കും ആൾക്കാരൊരു പിടി വിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഇട്ട് കറക്കി കഴിയുമ്പോഴത്തേക്ക് കണ്ടോ. നല്ല വെയിലാണ്ട് ഞാൻ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ഞാനിപ്പോൾ തിരിച്ചു പോകാനുള്ള പരിപാടി നോക്കാം. അത്യാവശ്യം എല്ലാ ഏരിയയും കവർ ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടുത്തെ കുറച്ച് ടൂർ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ എടുക്കുന്ന രാവിലെയൊക്കെ എടുത്തിട്ട് വനത്തിലേക്ക് പോയെങ്കിലേ കാര്യമുള്ളൂ. അതായത് ഒരാൾക്ക് 600 രൂപയ്ക്ക് വരുന്ന സ്കീമൊക്കെ ഉണ്ട്. അതായത് ഈ കാണുന്ന സൈക്ലിംഗ് ഉണ്ട്, നമുക്ക് വനത്തിലേക്ക് പോകാൻ പറ്റും. ഒരാൾക്ക് 200 രൂപ അവർ ഈടാക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ കണ്ട് വനത്തിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. അതിലൂടെ നമുക്ക് സൈക്കിൾ ചവിട്ടി പോകാനൊക്കെ പറ്റും. നമ്മളോട് ഒരു ഗൈഡൊക്കെ വരും. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞില്ല. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണം, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ തൊട്ടടുക്കത്തെ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.